ഈ പത്മാവതി ഹവേലി എന്ന് പറയുന്ന പാലസ് പോലത്തെ ഒരു വീട് കാണാനായിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചപ്പം ഇന്നത്തെ രാത്രി എനിക്ക് ദുരിതപൂർണമായൊരു ട്രെയിൻ യാത്രയായിരിക്കും ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അതെ ഗൈസ്, ഹാവ് യു ബീൻ ഹിയറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് അതിൻ്റെ ഔട്ട്സ്കേർട്സാണ് പത്മാവതി ഹവേലിയുടെ. നല്ല വൃത്തിയായിട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഞാൻ അവിടെ നടന്ന് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിലേക്ക് വന്നു. ബൈക്ക് പാർക്ക് ചെയ്യാനായിട്ട് അവിടെ തന്നെ ഒരു കടക്കാരനോട് ചോദിച്ചപ്പോൾ പുള്ളി അവിടെ വെച്ചോളാൻ പറഞ്ഞു. 150 രൂപയാണ് ടിക്കറ്റിന് വേണ്ടി വന്നത്. അത് ഈ ഫുൾ കോംപ്ലക്സ് കയറി നടന്ന് കാണാനായിട്ടുള്ള ടിക്കറ്റ് ചാർജാണ്. പത്മാവതി ഹവേലി എന്ന് പറയുന്നത് ശരിക്കും ബിസിനസ് ക്ലാസ് ആൾക്കാർ അന്നത്തെ കാലത്തെ രാജാക്കന്മാരെ പോലെ ജീവിച്ചിരുന്നൊരു സ്ഥലമാണ്. ഇത് പാലസ് അല്ല, ഇതാണ് പത്മാവതി ഹവേലി. ഹവേലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് എന്നാണ് അർത്ഥം. 1 അല്ല 2 അല്ല 5 വീടുണ്ട് ഇവിടെ. നമ്മുടെ ഇവിടെ കാണുന്ന വീട് പോലത്തെ അല്ല കേട്ടോ. ഇത് ഹവേലി എന്ന് പറയുമ്പോൾ തന്നെ വലിയ കൊട്ടാരം പോലത്തെ വീടുകളാണ്. രാജസ്ഥാനിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇത് കാണാനായിട്ട് സാധിക്കും. അന്നത്തെ കാലത്ത് അംബാനി അദാനിയും പോലെയുള്ള കോടീശ്വരന്മാർ പണിത് താമസിച്ചിരുന്ന സ്ഥലമാണിത്. ഇത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നൊരു സ്ഥലമാണ്. ഇത് അവരുടെ അമ്പലങ്ങളും ഒക്കെ ഇരിക്കുന്ന ഒരു പോർഷനായിരുന്നു. അത് അവർ എത്ര ഗ്രാൻഡിയറായിട്ടാണ് കീപ്പ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ടൈൽസ് ആയാലും മ്യൂറൽ വർക്ക്സ് ആയാലും ഒക്കെ. അതുപോലെ തന്നെ എല്ലാ മുറികൾക്കും വിൻഡോ ഉണ്ട്. ആ വിൻഡോ അവരുടെ ആ കോറിഡോറിലൂടെ പുറത്തെ വഴിയിലേക്കാണ് എത്തിക്കുന്നത്. ഇവിടെ ഗൂഗിൾ മാപ്സ് പോലും നമുക്കങ്ങനെ കയറി നടന്ന് കാണാനായിട്ടുള്ള കുറച്ച് കൺഫ്യൂഷനാണ് ഗൂഗിൾ മാപ്സ് യൂസ് ചെയ്താൽ പോലും. ഇത് ജയ്സൽമീറാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ജയ്സൽമീർ ഫോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ് വന്നത്. ഈവനിങ് ആയി, ഇന്ന് രാത്രിയായിരുന്നു എനിക്ക് ട്രെയിന്. ഇവിടെ ഇതൊരു മ്യൂസിയം ആയിട്ടാണ് ഇപ്പോൾ ഇവർ യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ പണ്ട് കാലത്തെ ബിസിനസ്സുകാർ യൂസ് ചെയ്തിരുന്ന അവരുടെ തുണികളും അവരുടെ പാത്രങ്ങളും അവരുടെ സാമഗ്രികളും അവരുടെ റൂംസും അങ്ങനെ ഒരു 70% നമുക്ക് ആക്സസ് ചെയ്ത് കാണാം. അന്നത്തെ കാലത്തെ സാധനങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പാത്രങ്ങളായാലും അതെ. അന്നത്തെ കാലത്തെ വാട്ടർ ഹീറ്റർ ഞാൻ കണ്ടു, ഫ്രിഡ്ജ് ഞാൻ കണ്ടു. അങ്ങനെ കുറേ ഉപകരണങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വേറെ കുറച്ചുകൂടി സാധനങ്ങളുണ്ട്. അത് ഞാൻ വരുന്ന വഴി വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് പണിതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുമൻ ചന്ദ് പത്വ എന്ന് പറയുന്നൊരു വ്യാപാരിയാണ്. അതായത് ഒരു പഴയകാല ബിസിനസ് ടൈക്കൂൺ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 1805 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. കംപ്ലീറ്റ്ലി പണിത് തീർക്കാൻ ഒരു 50 വർഷത്തോളം എടുത്തു. അതായത് 50 വർഷം നീണ്ട പണിയായിരുന്നെങ്കിലും ഇതിൽ 5 ഹവേലികൾ അതിനിടയിൽ പണിത് തീർത്തു എന്ന് വേണം പറയാനായിട്ട്. ഇദ്ദേഹത്തിൻ്റെ ട്രേഡ് എന്ന് പറയുന്നത് സിൽക്ക്, സ്പൈസ്, ജ്വല്ലറി ഒക്കെ ആയിരുന്നു. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ പഴയ കാലത്ത് ഒരു മീഷോ പ്ലസ് ആമസോൺ പ്ലസ് ഫ്ലിപ്കാർട്ടൊക്കെ ചേർന്ന ഒരു ബിസിനസ് ടൈക്കൂണായിരുന്നു അത്. ഇത് കണ്ടു കഴിഞ്ഞാൽ, ഇതിൻ്റെ ആർക്കിടെക്ചർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അന്തം വിട്ടു പോകും. ഇതിൻ്റെ കാർവിങ്സൊക്കെ കുറേയൊക്കെ കൈകൊണ്ടാണ് ചെയ്തേക്കുന്നത്. അന്ന് കാലത്ത് മെഷീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഇതിൻ്റെ വിൻഡോസിൻ്റെയും അതേപോലെ ഡോർസിൻ്റെയൊക്കെ വെൻറ്റിലേഷൻ്റെയൊക്കെ പെർഫെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. അതിനോടൊപ്പം തന്നെ ഇവരുടെ ആർക്കിടെക്ചർ രീതിയിൽ ഇവരിത് പണിതേക്കുന്നത് വെൻറ്റിലേഷൻ, ക്രോസ് വെൻറ്റിലേഷൻ പോലെയാണ്. കാറ്റുകൾ ശരിക്കും കയറി ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ്. ഇവിടെ ഹിഡൻ സ്റ്റോറേജ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇൻകം ടാക്സ് റെയ്ഡൊക്കെ ഒന്ന് വരുമ്പം ഒളിപ്പിച്ച് വെക്കാനുള്ള വല്ല സ്ഥലമായിരിക്കും. ഇതിന് ഓരോ ഹവേലിയും ഓരോ രീതിയിലാണ്. കാണുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിലും അതിലെല്ലാത്തിലും ആർക്കിടെക്ചറായിട്ട് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ വൈകുന്നേരങ്ങളിലാണ് നിങ്ങൾ വരികയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഒരു ഈവനിങ്സൊക്കെ ലൈറ്റൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഭംഗിയായിരിക്കും. പക്ഷേ ഇതിൻ്റെ എൻട്രി ടൈം വൈകുന്നേരം 6 മണി 7 മണി വരെ ഉള്ളൂ. അത് ഓരോ സീസൺ അനുസരിച്ചിരിക്കും. ഇതുകൊണ്ട് പഴയകാല റേഡിയോ ആണ്. റേഡിയോയുടെ സ്പെല്ലിങ് നിങ്ങൾ നോക്കണ്ട. പക്ഷേ അന്ന് കാലത്തേ ഇവർ റിച്ചായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ കോളാമ്പി, കട്ടിൽ, കുറച്ച് മുന്നേ നമ്മൾ കണ്ടു ചെസ് ബോർഡ്. ഇതിൻ്റെ ഈ കൊട്ടാരത്തിൻ്റെ തന്നെ, അതായത് ഈ ഹവേലിയുടെ തന്നെ ചെറിയ മോണുമെൻ്റൽ ആർക്കിടെക്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. ആ ഇരിക്കുന്നൊരു ഫ്രിഡ്ജാട്ടോ. അന്നത്തെ കാലത്തേ ഇവരുടെ കയ്യിൽ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. 1800 900 അന്നേ ഇവരിത് അക്വയർ ചെയ്യാനായിട്ടുള്ള പണം ഇവരുടെ കയ്യിലുണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ ബോർഡ് വായിച്ചു, കീപ് ദിസ് പ്ലേസ് ക്ലീൻ. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ട് പറയണം ഇവരെങ്ങനെയാണ് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതെന്ന്. ഇതാ ഹവേലിയുടെ ഒരു ഇടനാഴിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഞാനിങ്ങോട്ട് കയറുന്ന വീഡിയോ ഷൂട്ട് ചെയ്തതിൽ ഇതിൻ്റെ തന്നെ ഒരു ടിക്കറ്റ് കൊടുക്കുന്ന ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾ റോഡിലേക്ക് തുപ്പുന്ന വീഡിയോ അതിനകത്തുണ്ട്. ശരിക്കും മ്യൂസിയം
അല്ലെങ്കിൽ പഴയ കാലത്തെ ആർക്കിടെക്ചർ, എസ്പെഷ്യലി രാജ്പുതാനകളുടെ അല്ലെങ്കിൽ രാജസ്ഥാനികളുടെ ഡ്രസ്സിങ് സ്റ്റൈലും ആർക്കിടെക്ചറും നിങ്ങൾക്ക് കാണണം, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു പ്ലേസാണ് പത്മാവത് ഹവേലി. ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഒരു 2 മണിക്കൂർ നടന്ന് കാണാനുള്ള, കൺകുളിർക്കെ കാണാനുള്ള സാധനങ്ങളുണ്ട്. അതിൽ തന്നെ ഇവരുടെ എൻ്റർടൈൻമെൻറ്റ് ഐറ്റംസ് ഉണ്ട്, ഇവർ നിത്യോപയോഗ സാധനങ്ങളുണ്ട്. ഇരിക്കുന്ന വെള്ള സാധനം ഒരു ഹീറ്ററാണ്, റൂം ഹീറ്ററാണ്, മണ്ണെണ്ണ ഒഴിച്ച് ഹീറ്റ് ചെയ്യുന്നതാണ്. ഇത് കണ്ടുമേയുള്ള സ്വർണം പൂശിയ ഒരു ഗ്രില്ലാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ കണ്ടിങ്ങനെ മതിമറന്ന് നിൽക്കും. നിങ്ങൾ ജയ്പൂരിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കെട്ടിടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിന് വേറൊരു ഫീലായിട്ട് എനിക്ക് തോന്നി. ഇത് അവരുടെ ഒരു മട്ടുപ്പാവാണ്, അവരുടെ ഒരു റിക്രിയേഷൻ ഏരിയ ആയിരുന്നു. അതേപോലെ തന്നെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ഇന്ത്യയിലുണ്ടായിരുന്ന പഴയ ഡൈനോസറിൻ്റെ അസ്ഥികളും മുട്ടകളും ആണ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അമ്പലം നിങ്ങൾ കണ്ടു. അതേപോലെ തന്നെ സയൻസ് റിലേറ്റഡ് ആയിട്ട് ഇവിടെ ഡിനോസറിൻ്റെ എഗ്ഗും മുട്ടകളും, എഗ്ഗ് തന്നെയാണ് മുട്ടകൾ, എഗ്ഗും അതിൻ്റെ ഫോസിൽസും അതിൻ്റെ ഫുട് പ്രിൻസും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതതിൻ്റെ ടെറസിൽ നിന്നുള്ള വ്യൂ ആണ്. ഇവിടെ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും പട്ടം പറത്തും. ഇത് അവരുടെ പ്രധാനപ്പെട്ട വിനോദങ്ങളിലൊന്നാണ്. അവിടെ അതിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കുമ്പോഴത്തേക്കും ചുറ്റിനും ഇങ്ങനെ പട്ടം പറത്തുന്ന ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാം. ഞാൻ പണ്ട് ഡൽഹിയിലായിരുന്നപ്പോൾ ഞാനും പട്ടം പറത്തുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണത്. അതേപോലെ നിറച്ചും പ്രാവുകളെ കാണാം. ജയ്സൽമീർ എന്നല്ല, നമ്മൾ നോർത്ത് ഇന്ത്യയിൽ വരുമ്പോൾ നിറച്ചും പ്രാവുകൾ പറക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെയും വേസ്റ്റുകൾ അവിടെ ഇവിടെയായിട്ട് കൂട്ടിയിരിക്കുന്നത്, ക്ലീൻ ആക്കാതെ വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശരിക്കും ഇത് കുറച്ചുകൂടി ക്ലീനാക്കി ഇവർക്ക് വെക്കാവുന്നതേ ഉള്ളൂ. അത് നാട്ടുകാരും കൂടി, ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളും കൂടി ഓർക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കുറേ വീഡിയോസിലായി പറയുന്നു. അങ്ങോട്ട് ദൂരെ നോക്കുമ്പോൾ നമ്മൾ കുറച്ച് മുന്നേ, അതായത് മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ച ജയ്സൽമീർ ഫോർട്ടിൻ്റെ ഒരു ദൂരദൃശ്യം കാണാം. നല്ല ഭംഗിയുള്ളൊരു ഈവനിങ് ആയിരുന്നു അത്. നല്ല ഭംഗിയുള്ള സൺസെറ്റ്, ആൾക്കാർ നിറച്ചുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഇവിടെ ടൂറിസ്റ്റ് പീക്ക് സീസൺ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ഞാൻ താഴേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ കരകൗശല വസ്തുക്കളും ഹാൻഡിക്രാഫ്റ്റും ഒക്കെ വിൽക്കുന്ന ചെറിയ ചെറിയ കച്ചവടക്കാരെ കണ്ടു. അതിലെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കച്ചവടക്കാരിയാണിത്. ഏകദേശം 10 വയസ്സിൽ താഴെ പ്രായമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്കൂളിലൊന്നും പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കിങ്ങനെ കുട്ടികളെ കാണുമ്പോഴത്തേക്കും ശരിക്കും വിഷമം ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞ് ഗോമാതാജി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തിരിഞ്ഞ് പ്ലാസ്റ്റിക്കൊക്കെ തിന്നുന്നത് കണ്ടു. ആ വേസ്റ്റ് കുട്ടയ്ക്കകത്തിട്ടിരുന്ന കുറച്ച് വേസ്റ്റ് വരെ ഗോമാതാജിയാണ് എടുത്ത് പുറത്തിട്ടിരുന്നത്. എന്തായാലും പത്മാവത് ഹവേലി വളരെ നല്ലൊരു വിസിറ്റായിരുന്നു. അവിടെ നിന്ന് ഞാൻ തിരിച്ച് ബൈക്ക് കൊണ്ടേ കൊടുത്തിട്ട് എൻ്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും ബാഗും മേടിച്ച് നേരെ ഒരു ഓട്ടോ പിടിച്ച് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഇവിടുത്തെ ഓട്ടോക്കാരൊക്കെ കുറച്ച് കത്തിയാണ്. 2 കിലോമീറ്റർ ദൂരം പോകാനായിട്ട് എന്നോട് ഏകദേശം 180 രൂപ ചോദിച്ചു. ഞാൻ 150 രൂപയ്ക്ക് വില പേശി എത്തി. റെയിൽവേ സ്റ്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, അതൊരു ഞാൻ വന്ന ദിവസത്തിൻ്റെ തലേദിവസമാണ്. അതായത് 2 ദിവസം മുന്നേ ഉദ്ഘാടനം കഴിഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷൻ, റിനോവേഷൻ കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞതാണ്. ആൾക്കാരൊക്കെ അവിടെ ഇവിടെ ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇവിടെ റെസ്റ്റോറൻറ്റ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് ഒരു തന്തൂരി റൊട്ടിയും തന്തൂരി ചിക്കൻ ക്വാർട്ടറും ഓർഡർ ചെയ്തിട്ടുണ്ടായി. അത് സൊമാറ്റോക്കാരൻ എത്തിക്കാൻ കുറച്ച് താമസിച്ചു. പക്ഷേ ഇത് കണ്ടോ, കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥ ഇതാണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് പ്ലാറ്റ്ഫോം അവർ ഒരു ലോഞ്ചിന് സമാനമായിട്ട് വെച്ചിട്ടുണ്ട്. രുണിജ എക്സ്പ്രസ്സിലാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ഇനി ഞാൻ ആ ട്രെയിനിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ ട്രെയിനിൻ്റെ അവസ്ഥ. എല്ലായിടത്തും പാൻ മുറുക്കി തുപ്പിയേക്കുന്ന പാടുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്രയും വൃത്തികെട്ട ഒരു ട്രെയിനിൽ ഈ അടുത്ത കാലത്തേക്ക് ഞാൻ സഞ്ചരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ദയവേത് ഈ വീഡിയോ ഇപ്പോൾ വെച്ച് നിർത്തുക. കാരണം അല്ലെങ്കിൽ വേണ്ട, ഞാൻ വാഷ്റൂമൊന്നും ശരിക്കും കാണിക്കുന്നില്ല. ഇത് കണ്ടോ, വാഷ്റൂം ഞാൻ പുറത്തുനിന്ന് കാണിക്കുന്നതാണ്. ഇതിനകത്ത് കയറിയാലേ നിങ്ങൾ സഹിക്കില്ല. ഞാനൊരു സ്ലീപ്പർ ടിക്കറ്റായിരുന്നു എടുത്തിരുന്നത് അപ്പർ ബർത്തിൽ. പക്ഷേ വൈകുന്നേരം രാത്രി ആയപ്പോഴത്തേക്കും എല്ലാവരും ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ടിക്കറ്റ് എടുത്തവരും കൂടി അതിനകത്തേക്ക് വന്ന് കയറി. അടുത്ത ദിവസം രാവിലെയും ഇതിൻ്റെ കാഴ്ച വ്യത്യസ്തമായിരുന്നില്ല. തിരക്ക് കൂടിയതേ ഉള്ളൂ. ആൾക്കാരെല്ലായിടത്തും തിങ്ങി നിറങ്ങിയിരിക്കുവാണ്. കോടാത്തതിന് ട്രെയിൻ 4.25 മണിക്കൂർ ലേറ്റാണ്. ട്രെയിൻ എത്ര കഴിഞ്ഞിട്ടും എല്ലായിടത്തും പിടിച്ചിടുന്നതുകൊണ്ട് ഡൽഹിയുടെ ഔട്ട്സ്കേർട്സ് എത്തിയപ്പോഴത്തേക്കും ഞാൻ ചാടി ഇറങ്ങി. ഇതാണ് നമ്മൾ വന്ന രുണിജ എക്സ്പ്രസ്. എനിക്ക് ശരിക്കും മതിയായിരുന്നു. നല്ല തിരക്കായിരുന്നു. വാഷ്റൂമിൽ പോകാൻ പോലും താഴേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്തായാലും ഞാൻ ചാടി ഇറങ്ങി. അവിടെ നിന്ന് ഞാനൊരു യൂബർ പിടിച്ച് പഹാഡ്ഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. അവിടെ തന്നെ ഞാനൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് വൈകുന്നേരം വരെ. ഇന്ന് വൈകുന്നേരം എനിക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് തിരിക്കണം.
അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഹാവ് യു ബീൻ ഹിയർ?